പാമ്പുകടി ഭീതിയിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തെക്കേവയൽ ഗ്രാമം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേർക്ക് പാമ്പ് കടിയേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മറ്റൊരാളുടെ അവസ്ഥ ഗുരുതരമാണ്. ഏരൂർ തെക്കേവയൽ മായാവിലാസത്തിൽ 65 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 24 ഉച്ചയോടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന രാമചന്ദ്രനെ റോഡിൽ വെച്ചായിരുന്നു പാമ്പ് കടിച്ചത്. ഉടൻ നാട്ടുകാർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാമചന്ദ്രൻ മരണപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് വളർന്ന് പന്തലിച്ച കാട് പാതയോരത്തും പാതയിലേക്കും വളർന്നിറങ്ങിയതാണ് പാമ്പുകൾ വർദ്ധിക്കാനും ഒരാളുടെ മരണത്തിനും ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കാട് വെട്ടി നീക്കാൻ പലതവണ ആവശ്യപ്പെട്ടതായും പക്ഷേ നടപടി ഒന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. മുമ്പ് ഇവിടെ കോലിഞ്ചി കേട്ടാക്കുന്നത് ഇവിടെ പാമ്പെന്ന് പറഞ്ഞ ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ 80ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നതാണ്, കുടുംബങ്ങൾ. ഇവിടെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് കാടെടുത്ത് മാറ്റാൻ പിള്ളേർ വരെ ഇതിൽ സ്കൂളിൽ പോകാനും പാണത്തുനിന്ന് വരുന്ന സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് അതിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2ാമത്തെ ആളെ ഇപ്പം പാമ്പ് പിടിച്ചേക്കുന്നു. ഇത് ഒരാൾ മരണപ്പെട്ട് ഇന്നലെ ആയിരുന്നു അയാളുടെ ചടങ്ങുകളല്ലോ. ഇപ്പം ആ പഞ്ചായത്തുകാർ കാടടിക്കാൻ പറ്റിയ ആളാണ് ഇപ്പം പാമ്പ് പിടിച്ചേക്കുന്നത്. ഏക്കർ ഇത് 5 ഏക്കർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വസ്തുക്കളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആ സൈഡിൽ നിന്ന് ഇറങ്ങാൻ ഒക്കത്തില്ല. ശേഷമാണ് ഇപ്പൊ കാടടിക്കുന്നത്. കാടടിക്കാൻ വന്ന ആളാണ് ഇപ്പൊ പാമ്പ് കടിച്ചത്. മിക്ക ഒരു ഇരുട്ടുന്ന സമയം പോലും ഇതില് നടക്കാൻ ഒക്കത്തില്ല. പന്നി, വാരി എല്ലാം ഇതും ആ ഇതിനകത്തുണ്ട്. ഇത് വേണ്ടപ്പെട്ടവർ വന്ന് ഈ കോലിഞ്ചി ഒന്നി. വലിയ പ്രതിഷേധം കൂടി ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കാട് വെട്ടി നീക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. കാട് വെട്ടിമാറ്റുന്നതിനിടെ യുവാവിനും പാമ്പ് കടിയേറ്റു. ഏരൂർ സ്വദേശിയും നിലവിൽ കടമാൻകോട് താമസക്കാരനുമായ സജുരാജിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ നില അതീവ ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം 2 ദിവസങ്ങളിലായി അപകടാവസ്ഥയിലുള്ള കാടുകൾ വെട്ടി നീക്കിയിട്ടുണ്ട്. കാട് വെട്ടിമാറ്റുന്നതിനിടയിലും നിരവധി പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടായത് നാട്ടുകാരെ വീണ്ടും ഭീതിയിലാക്കിയിട്ടുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ.